വിൻഫാസ്റ്റ് എന്ന ബ്രാൻഡ് ഇന്ത്യയിലെ അവരുടെ ഓപ്പറേഷൻ ടീം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വിൻഫാസ്റ്റ് എന്നത് ഒരു വിയറ്റ്നാം കമ്പനിയാണ്. ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ അവരുടെ ബേസ് മോഡലായിട്ടുള്ള VF3 തുടങ്ങി VF7, VF9 പോലുള്ള പോർട്ട്ഫോളിയോ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് കാറുകൾക്ക് വളരെയധികം വരവേൽപ്പുള്ള ഈ സമയത്ത് ബഡ്ജറ്റ് ഇലക്ട്രിക് കാറുകളാണ് എല്ലാവരും നോക്കുന്നത്. ഇലക്ട്രിക് കാറുകളുടെ പ്രൈസ് നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരുന്നാലും ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമെങ്കിൽ 10 ലക്ഷം രൂപയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നിലവിലില്ല. ആ സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വിൻഫാസ്റ്റ് എന്ന ബ്രാൻഡ് VF3 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മുന്നേ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കാർ ഇന്ത്യയിൽ ഏത് തരം സ്പെസിഫിക്കേഷനിൽ വരുന്നുണ്ട്, ഈ വാഹനത്തിന്റെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, പവർ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. വിൻഫാസ്റ്റ് VF3 ഡയമെൻഷനെ കുറിച്ച് നോക്കുമ്പോൾ 3200 mm ലെങ്തിലാണുള്ളത്. വീൽ ബേസ് 2075 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസും റെസ്പെക്ടബിൾ ആയിട്ടുള്ള 190 mm അതുകൊണ്ട് തന്നെ എല്ലാ ടെറൈനിലും ഈ ഇലക്ട്രിക് കാറിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബൂട്ട് സ്പേസ് 285 ലിറ്റർ കൊടുത്തിട്ടുണ്ട്. ഡിസൈനെ കുറിച്ച് നോക്കുമ്പോൾ വളരെയധികം സ്റ്റൈലിംഗ് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാതെ ബോക്സി ഡിസൈനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ടൊയോട്ടയുടെ FJ ക്രൂസറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എവിടെയൊക്കെയോ മാരുതി സുസുക്കിയുടെ ജിംനിയെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓവറോൾ ആയിട്ട് കൊറിയൻ വാഹന നിർമ്മാതാക്കളെ പോലെ വളരെയധികം ഡിസൈൻ എലമെന്റ്സ് കൊണ്ടുവരാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്റീരിയറിനെ കുറിച്ച് നോക്കുമ്പോൾ ഫ്രീ സ്റ്റാൻഡ് ആയിട്ടുള്ള 10-inch ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ഡ്രൈവർ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ കൂടിയാണ്. അതായത് എന്റർടൈൻമെന്റും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കമ്പൈൻ ആയിട്ടുള്ളത്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡ്യുവൽ എയർ ബാഗ് ഈ കാറിൽ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇന്റീരിയറിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊരു ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പീൽ ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. സീറ്റ് അപ്പോൾസ്ട്രിയും ഡീസന്റ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ കൊടുത്തിട്ടുണ്ട്. 4 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഇന്റീരിയർ ആയിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. വിൻഫാസ്റ്റ് VF3 ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 18.64 kWh ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. റിയർ വീൽ സെറ്റപ്പിലുള്ള ഈ കാർ 44 PS പവർ പ്രൊഡ്യൂസ് ചെയ്യും. 110 Nm ടോർക്കോടെ 210 km റേഞ്ച് കോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു സിറ്റി യൂസേജിനുള്ള കാറായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 210 km റേഞ്ച് എന്നുള്ളത് ഒരു ഡീസന്റ് ആയിട്ടുള്ള റേഞ്ച് ആയിട്ട് കണക്ക് കൂട്ടാം. റിയൽ റേഞ്ച് ആയിട്ട് അവർ പറയുന്ന റേഞ്ചിനേക്കാൾ 80% എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം അത് കസ്റ്റമറിന് ഗുണം ചെയ്യും. AC ചാർജിങ്ങിലൂടെ 10 to 70% 5 hours അച്ചീവ് ചെയ്യും. DC ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ വെറും 36 മിനിറ്റിനുള്ളിൽ 10 to 70% അച്ചീവ് ചെയ്യും. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ വിൻഫാസ്റ്റ് എന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ വളരെയധികം അഗ്രസീവ് ആയിട്ടായിരിക്കും അവർ പ്രൈസ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടാകുമെന്ന് കരുതാം. ഈ വാഹനത്തിന് ഇന്ത്യയിലുള്ള ഒരേ ഒരു റൈവർലി എന്ന് പറയുന്നത് MG എന്ന ബ്രാൻഡിന്റെ കോമറ്റ് ആണ്. MG കോമറ്റിന് വളരെയധികം വരവേൽപ്പുണ്ടായിരുന്നു എങ്കിലും ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. ഈ വിൻഫാസ്റ്റ് VF3 സ്റ്റൈലിംഗ് എന്നുള്ളത് കോമറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു SUV ലുക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിലാണുള്ളത്. ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ഈ വിൻഫാസ്റ്റ് VF3 സക്സസ് ഈ വാഹനത്തിന്റെ പ്രൈസിംഗിലും ബാറ്ററി എത്രമാത്രം എഫിഷ്യന്റ് ആയിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും. നിങ്ങളിൽ എത്ര പേർ ഈ വിൻഫാസ്റ്റ് VF3 വെയിറ്റ് ചെയ്യുന്നു? മാത്രമല്ല ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായവും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.